ഹലോ കൂട്ടുകാരെ, ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. നമ്മൾ നെയ്മീൻ കറിയാണ് വെക്കുന്നത്. മീൻ നന്നായിട്ട് കെട്ടി കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. കനം കുറഞ്ഞ പീസുകളാക്കിയാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത് നെമ്മീൻ കേട്ടോ. ചെറിയ ചെറിയ റൗണ്ട് പീസുകളാക്കിയാണ് നമ്മൾ മുറിച്ചെടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിനി കറി വയ്ക്കുന്നത് നോക്കിയാലോ. മൺചട്ടിയിലാണ് നമ്മളിവിടെ മീൻ കറി വയ്ക്കുന്നത്. നാടൻ കറികളൊക്കെ ആകുമ്പോൾ മൺചട്ടിയിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. അതുകൊണ്ടാണ് നമ്മൾ മൺചട്ടി എടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, പുളിയൊക്കെയുള്ള കറിയല്ലേ, അതുകൊണ്ട് തന്നെ മൺചട്ടിയിൽ ഒരു ദിവസമൊക്കെ ഇരുന്നാലും നല്ല ടേസ്റ്റായിരിക്കും പിറ്റേന്ന് നമ്മുടെ മീൻകറി എടുത്ത് കൂട്ടുമ്പോൾ. അതുകൊണ്ടാണ് നമ്മൾ സ്ഥിരമായി മൺചട്ടിയിലാണ് മീൻകറി ഇവിടെ വെക്കുന്നത്. അപ്പം ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ചു. ഉലുവ പൊട്ടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതച്ചത് ചേർത്ത് കൊടുത്തു. ഒന്ന് മൂത്ത് വന്നപ്പോഴത്തേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി വളരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. മുളക് പൊടിയുടെ 4/1 ഭാഗം മാത്രമേ മല്ലിപ്പൊടി ഇട്ടിട്ടുള്ളൂ. ഒരു ഇത്തിരി മല്ലിപ്പൊടി, പിന്നെ ഇത്തിരി ഉലുവാപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് നന്നായി മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. പൊടികളുടെയൊക്കെ പച്ചമണം മാറിയപ്പോഴതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞത്, വടക്കംപുളി, പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. കറിയിലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നപ്പോഴാണ് പിന്നീട് നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ചു കൊടുത്തത്. കറിയൊക്കെ നന്നായി ഒന്ന് വെട്ടി തിളച്ച് വന്നപ്പോഴത്തേക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിരുന്ന നമ്മുടെ മീനുകൾ ഇട്ട് കൊടുക്കാം. കറി നന്നായി ഒന്ന് വെട്ടി തിളച്ചിട്ട് ഇനിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകും. നേരത്തെ തന്നെ ഞാൻ പറഞ്ഞില്ല, റൗണ്ട് പീസാക്കിയാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മീനുകളെല്ലാം കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ. ഇതിന് ശേഷം നമുക്ക് ചെറുതീയിലേക്ക് മാറ്റാം. തലയും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ്റെ തലയ്ക്കകത്ത പൂവൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തതാണ് കേട്ടോ. മീൻ്റെ പൂ എടുത്തിട്ടില്ല, അത് ഞാനതും കളഞ്ഞിട്ടാണ് മീൻ കറിക്ക് ഇട്ട് കൊടുത്തത്. മീനുകളെല്ലാം പെറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൻ്റെ കറിയൊക്കെ നന്നായി വിധം തിളച്ച് വന്നപ്പോഴത്തേക്ക് തൻ്റെ 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൻ്റെ കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് ചെറുതീയിലേക്ക് മാറ്റി അടച്ച് വെച്ച് ഇനി ഒന്ന് കുറുക്കിയെടുക്കാം. മീൻകറി നന്നായി വറ്റിയിരിക്കണം, എന്നാൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യമേ ഞാൻ എണ്ണയിലാണല്ലോ വഴറ്റിയത്, എന്നാലും സാരമില്ല, ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റിയായ നമ്മുടെ നെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്ന് കൂട്ടാതെ നമ്മൾ നാളെ എടുത്ത് കൂട്ടുമ്പോഴാണ് നമ്മുടെ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. ഇന്ന് നമ്മൾ ഇതേ ചട്ടിയിൽ തന്നെ അടച്ചു വെച്ചിരുന്നാൽ മതി, ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. നാളെ എടുത്ത് കൂട്ടിയാൽ നല്ല സൂപ്പർ ടേസ്റ്റിയായി നമ്മുടെ നെമ്മീൻ കറി. ഈ ഒരു കറി മതി കേട്ടോ, എല്ലാവർക്കും ഇഷ്ടമാകും എൻ്റെ ഈ മീൻ കറി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതുപോലെ. അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോയുമായി വീണ്ടും കാണാം കേട്ടോ.